ഹായ് എവരിവൺ, ഏവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് ഹാബിറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അഥവാ ശീലം. നമ്മളെപ്പോഴും ചെറുപ്പത്തിലേ കേൾക്കുന്ന സാധനമാണ്, നിൻ്റെ രീതി ശരിയല്ല, നിൻ്റെ ശീലം മാറ്റണം എന്നൊക്കെ അല്ലേ. എന്താണ് ശീലം? ബിഹേവിയറും ശീലവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പെരുമാറ്റമാണ്. പെരുമാറ്റവും ശീലവും രണ്ടാണോ ഒന്നാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാൾ ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറിയാൽ അത് അയാളുടെ ശീലമാണെന്ന് നമ്മൾ പറയില്ല. ഉദാഹരണത്തിന്, ഒരു ദിവസം ക്ലാസ്സിൽ ഒരു കുട്ടി വൈകി വന്നു. അവൻ എന്നും നേരത്തെ വരുന്ന കുട്ടിയാണ്. ഒരു ദിവസം വൈകി വന്നു, എന്നാൽ ടീച്ചർ അയാളെ വഴക്ക് പറയില്ല, എക്സ്ക്യൂസ് ചോദിച്ചുകൊണ്ട് ക്ലാസ്സിൽ കയറ്റുകയാണ് ചെയ്യുക. ഇനി ഇതേ സമയം തന്നെ എന്നും വൈകി വരുന്നൊരു കുട്ടി ഉണ്ടെങ്കിൽ അവിടെ ടീച്ചർ പറയുക, നിൻ്റെ ഹാബിറ്റ് ഇതാണ്, നിൻ്റെ ശീലമാണ്, നീ എന്നും വൈകിയേ വരും എന്ന് പറഞ്ഞാൽ അവനെ ശകാരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വ്യത്യാസം വന്നത്? രണ്ടാമത്തെ കുട്ടി ആ ഒരു പ്രവൃത്തി റെഗുലറായിട്ട് ചെയ്യുകയാണ്, അപ്പോഴാണ് അത് ഹാബിറ്റായി വരുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു പെരുമാറ്റം അത് റെഗുലറായി വരുന്ന സമയത്താണ് അത് ശീലമാകുന്നത്. പെരുമാറ്റം എന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷനിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നതിനാണ് പെരുമാറ്റം, ബിഹേവിയർ എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിൽ വരുന്ന ഒരു സിറ്റുവേഷനോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതാണ് ബിഹേവിയർ. പക്ഷേ ഈ ഒരു റെസ്പോൺസ് റിപ്പീറ്റഡ് ആകുന്ന സമയത്ത് അത് ഹാബിറ്റായി മാറുന്നു. ഒരാൾ എപ്പോഴെങ്കിലും രാവിലെ ഓടാൻ പോയാൽ അത് അയാളുടെ ഹാബിറ്റായിട്ട് പറയില്ല, മറിച്ച് സ്ഥിരമായിട്ട് അയാൾ അത് ചെയ്തു കഴിഞ്ഞാലാണ് അത് ഹാബിറ്റ് ആകുന്നത്. സോ എ ഹാബിറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ബിഹേവ് ഇൻ ദ സെയിം വേ ആസ് ഹി ഹാസ് ബിഹേവ്ഡ് ഏർലിയർ. മുൻപ് എങ്ങനെയാണോ പെരുമാറിയിട്ടുള്ളത് അതേപോലെ തന്നെ വീണ്ടും വീണ്ടും പെരുമാറാനുള്ള പ്രവണതയാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കണേ. എ ഹാബിറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ബിഹേവ് ഇൻ ദ സെയിം വേ ആസ് ഹി ഹാസ് ബിഹേവ്ഡ് ഇൻ ഏർലിയർ. മുന്നേ എങ്ങനെയാണോ പെരുമാറിയത്, മുൻപ് അയാൾ എങ്ങനെയാണോ പെരുമാറിയത് അതേ രീതിയിൽ തന്നെ വീണ്ടും വീണ്ടും പെരുമാറാൻ അയാൾക്കുള്ള ടെൻഡൻസിയാണ്, പെരുമാറാനുള്ള ടെൻഡൻസിയാണ്. എന്നും രാവിലെ ഓടാൻ പോവുക, ഇന്നലെയും അങ്ങനെ ചെയ്തു, ഇന്നും അങ്ങനെ ചെയ്യുന്നു, നാളെയും അങ്ങനെയാണ് ചെയ്യുന്നത് എങ്കിൽ അത് അയാളുടെ ശീലമാണ്. സോ ഇറ്റ് ഈസ് ദ റിപ്പിറ്റേഷൻ ഓഫ് സിമിലർ ആക്ഷൻ ഇൻ സിമിലർ സർക്കംസ്റ്റൻസ്. ഒരേപോലെ സാഹചര്യത്തിൽ ഒരേപോലെ തന്നെ പ്രവർത്തിക്കുക, ഒരേപോലെയുള്ള സാഹചര്യത്തിൽ ഒരേപോലെ തന്നെ പ്രവർത്തിക്കുക. അപ്പോൾ അതൊരു റിപ്പിറ്റേഷനാണ്. ഇന്നലെ 5 മണിക്ക് എഴുന്നേറ്റു, ഓടാൻ പോയി, ഇന്നും 5 മണിക്ക് എഴുന്നേൽക്കുന്നു, സിമിലർ സർക്കംസ്റ്റൻസ്. ഓട്ടം എന്ന സിമിലർ ആക്ഷൻ തന്നെ ചെയ്യുന്നു. അപ്പോൾ ഒരു സിമിലർ സമാനമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ സമാനമായിട്ടുള്ളൊരു പ്രവർത്തനം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളതിനെ ഹാബിറ്റ് എന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ റിപ്പീറ്റഡ് ബിഹേവിയറിനെയാണ് എന്ത് പറയുന്നത്? ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാബിറ്റും ബിഹേവിയറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഒരു സാഹചര്യത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ് പെരുമാറ്റം അഥവാ ബിഹേവിയർ എന്ന് പറയുന്നത്. ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, സിമിലർ സർക്കംസ്റ്റൻസിൽ വീണ്ടും വീണ്ടും ഒരു ആക്ഷൻ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഹാബിറ്റ് എന്ന് പറയുന്നു. ഈ ഹാബിറ്റ് മേ എയ്തർ ബി ഗുഡ് ഓർ ബാഡ്. നല്ല ഹാബിറ്റും ഉണ്ടാകാം, ചീത്ത ഹാബിറ്റും ഉണ്ടാകും അല്ലേ. നല്ല ശീലവും മോശമായിട്ടുള്ള ശീലവും ഉണ്ടാകും അല്ലേ. ഇപ്പോൾ സ്മോക്കിംഗ് അത് ബാഡ് ഹാബിറ്റാണ്. ജോഗിങ്, രാവിലെ എഴുന്നേറ്റ് ജോഗ് ചെയ്യുക, അത് ഗുഡ് ഹാബിറ്റാണ്. അപ്പോൾ നല്ല ഹാബിറ്റും ഉണ്ടാകും, ബാഡ് ഹാബിറ്റും ഉണ്ടാകും. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത് ഹാബിറ്റ് മൊത്തത്തിലാണ്, ഗുഡ് ഹാബിറ്റ് ആയാലും ബാഡ് ഹാബിറ്റ് ആയാലും. ഇനി പറയാൻ പോകുന്ന പ്രത്യേകതകൾ അതിനകത്തുണ്ടാകും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹാബിറ്റ്സ്, ഹാബിറ്റ്സിൻ്റെ സവിശേഷതകൾ. ഇറ്റ് ഈസ് ലേൺഡ്. ഹാബിറ്റ് എന്ന് പറയുന്നത് ലേൺഡ് ആണ്, അഥവാ അക്വേർഡ് ത്രൂ റെപ്പിറ്റേഷൻ. അത് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഒരാളുടെ പെരുമാറ്റം അയാൾക്ക് ജന്മനാ കിട്ടുന്നതല്ല. പെരുമാറ്റം അയാളുടെ ഒരു ശീലം ജന്മനാ കിട്ടുന്നതല്ല, അയാളത് പതിയെ പതിയെ ശീലമാക്കി കൊണ്ടുവരുന്നതാണ്. ഇപ്പം എന്നും ജിമ്മിൽ പോവുക, ഒരു ദിവസം മാത്രം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അത് അയാളുടെ ഹാബിറ്റായി മാറില്ല. അയാൾ റിപ്പീറ്റഡ് ആയിട്ട് പോയി അതിലേക്ക് അങ്ങ് യൂസ്ഡ് ആകുന്നു. ആ യൂസ്ഡ് ആകുമ്പോഴാണ് ശീലമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ അക്വേർഡ് ചെയ്യുന്നതാണ്. ഹാബിറ്റ് എന്ന് പറയുന്നത് ലേൺഡ് ആൻഡ് അക്വേർഡ് ആണ്. നമ്മളെപ്പോഴും ലേൺഡ് ആൻഡ് അക്വേർഡ് എന്ന് കേൾക്കുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് അത് ജന്മനാ കിട്ടുന്നതല്ല എന്നാണ്. നോട്ട് ഇന്നേറ്റ്, ജന്മനാ കിട്ടുന്നതല്ല, ആർജിച്ചെടുക്കുന്നതാണ് ഹാബിറ്റ്. എങ്ങനെ ആർജിച്ചെടുക്കുന്നു? റിപ്പിറ്റേഷൻ, ഒരു കാര്യം ആവർത്തിക്കുന്നതിലൂടെ. നിങ്ങൾ ഒരു ദിവസം 3 മണിക്കൂർ പഠിച്ചു, പിറ്റേ ദിവസവും 3 മണിക്കൂർ പഠിക്കുന്നു. ഇങ്ങനെ ഒരു 5-6 ദിവസം ചെയ്യുന്ന സമയത്ത്
20 ദിവസത്തിലധികം ചെയ്താലാണ് ശീലമായിട്ട് മാറുന്നതെന്നാണ് നമ്മൾ മനഃശാസ്ത്രപരമായിട്ട് പറയുക. നിങ്ങൾ അങ്ങനെ ഒരു 20 ദിവസം ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളറിയാതെ നിങ്ങളുടെ ഹാബിറ്റ് ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പോൾ ഒരു പ്രവൃത്തി നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അതൊരു ഹാബിറ്റ് ആയിട്ട് നിങ്ങളത് അക്വയർ ചെയ്യുകയാണ് സംഭവിക്കുന്നത്. സോ എ ഹാബിച്വൽ ആക്ഷൻ ഈസ് ഓട്ടോമാറ്റിക്. ശീലമായി കഴിഞ്ഞാൽ പിന്നീട് അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. ശീലമായി കഴിഞ്ഞാൽ നമ്മളത് അക്വയർ ചെയ്യണം, നമ്മൾ ബോധപൂർവ്വം അത് അക്വയർ ചെയ്യണം. അങ്ങനെ അക്വയർ ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ പിന്നീട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കും. മീനിങ് ഇറ്റ് റിക്വയർസ് ലിറ്റിൽ എഫേർട്ട് ഓർ അറ്റൻഷൻ വൺ ഇറ്റ് ഹാസ് ബീൻ അക്വേർഡ്. അത് നമ്മുടെ ശീലമായി കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ, പ്രത്യേകിച്ച് തണുപ്പുള്ള സമയങ്ങളിൽ. പക്ഷേ നല്ല പ്രായമുള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ, എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും അവർ 5 മണിക്ക് എഴുന്നേറ്റിരിക്കും. കാരണം അത് അവർക്ക് ബുദ്ധിമുട്ടല്ല, അവരുടെ ശീലമായി കഴിഞ്ഞതുകൊണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മുടെ ശീലമായി കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അപ്പോൾ ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായി മാറും. നമ്മൾ കുറച്ച് എഫേർട്ട് കൊടുത്ത് അത് ഒരു ഹാബിറ്റാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് പ്രവർത്തിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അനുഗുണമായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ ഹാബിറ്റാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. ദെൻ ഇറ്റ് ഈസ് പെർഫോംഡ് ഇൻ എ യൂണിഫോം വേ. അത് ഒരേ രീതിയിലായിരിക്കും ചെയ്യുക. ഹാബിറ്റിന് ഒരു യൂണിഫോം വേ ഉണ്ടാകും. ഓൺലി അണ്ടർ സിമിലർ സർക്കംസ്റ്റൻസ്. ഒരേപോലുള്ള സാഹചര്യത്തിൽ ഒരേപോലെയുള്ള പെരുമാറ്റമായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ ജോഗ് ചെയ്യാൻ പോകുമ്പോൾ എന്നും രാവിലെ എഴുന്നേൽക്കുന്നു, ആ പോകുന്ന പാറ്റേൺ സെയിം ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഓഫീസിലേക്ക് പോകുന്നു, ജോലിക്ക് പോകുന്നു, ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം സെയിം ആയിരിക്കും. അപ്പോൾ ഹാബിറ്റിന് ഒരു സിമിലർ പാറ്റേൺ ഉണ്ടാകും. അത് സിമിലർ സർക്കംസ്റ്റൻസ്, അത് ഉണ്ടാകാനുള്ള സാഹചര്യവും സിമിലർ ആയിരിക്കും, അത് സംഭവിക്കുന്ന രീതിയും സിമിലർ ആയിരിക്കും. അപ്പോൾ ഒരു യൂണിഫോം വേയും സിമിലർ സർക്കംസ്റ്റാൻസും ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഹാബിറ്റിൻ്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത്. ഒന്ന്, അത് ലേൺഡ് അക്വേർഡ് ആണ്. ദെൻ അത് ഓട്ടോമാറ്റിക് ആണ്. വൺസ് നമ്മുടെ ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും, നമുക്ക് അധികം എഫേർട്ട് ഇടേണ്ടി വരില്ല. ദെൻ ഹാബിറ്റ് യൂണിഫോം വേയിലാണ് നടക്കുക. ഒരു സിമിലർ സർക്കംസ്റ്റൻസിൽ ഒരേപോലെയാണ്. ഹാബിറ്റിൽ എന്തുണ്ടാവില്ല, അത് ഉണ്ടാകുന്ന രീതിയിൽ വ്യത്യാസം വരില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇനി എങ്ങനെയാണ് ഒരു ഹാബിറ്റ് ഫോം ചെയ്യുക, ഹാബിറ്റ് എങ്ങനെ ഫോം ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പഠിക്കാം. സ്റ്റെപ്സ് ഇൻ ഹാബിറ്റ് ഫോർമേഷൻ. എന്തോസിയാസ്റ്റിക് ഓർ സ്ട്രോങ് സ്റ്റാർട്ട്. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള നല്ല മോട്ടിവേഷനോട് കൂടി തുടങ്ങുക. മനസ്സില്ലാ മനസ്സോട് കൂടി തുടങ്ങരുത്. ഇപ്പം നിങ്ങൾ പഠനം, എനിക്കെന്നും 2 മണിക്കൂർ പഠിക്കണം, അത് എൻ്റെ ഒരു ശീലമാക്കി മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ താല്പര്യത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യുക, വളരെ സ്ട്രോങ് മോട്ടിവേഷനോട് കൂടി. എ ന്യൂ ഹാബിറ്റ് ഫോംസ് ക്വിക്ക്ലി ഇഫ് സ്ട്രോങ് മോട്ടിവേഷൻ ഈസ് പ്രസൻറ്റ്. നല്ല സ്ട്രോങ് മോട്ടിവേഷനോട് കൂടി സ്റ്റാർട്ട് ചെയ്യുക. എങ്ങനെയെങ്കിലും 2 മണിക്കൂർ കഴിച്ചു കൂട്ടുക, എങ്ങനെയെങ്കിലും പഠിക്കുക എന്ന ചിന്ത ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹാബിറ്റായി മാറില്ല. മറിച്ച് വളരെ തീവ്രമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി പഠിക്കാനിരിക്കുക. നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അത് ചെയ്യണം, നിങ്ങളത് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നും ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ എല്ലാ തിരക്കും മാറ്റിവെച്ച് ഞാൻ പഠിക്കാനിരിക്കും, അതെൻ്റെ ഒരു ശീലമായി മാറും എന്ന മനസ്സ് നിങ്ങൾക്കുണ്ടാവുക. ദെൻ വോളണ്ടറി റെപ്പിറ്റേഷൻ ഓഫ് ന്യൂ വർക്ക് ഓർ ഹാബിറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ അതിനെ ഹാബിറ്റ് ആക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ വോളണ്ടറി റെപ്പിറ്റേഷൻ അഥവാ നാം സ്വതന്ത്രപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഇന്ന് ഞാൻ വൈകുന്നേരം 7 to 10 വരെ ഇരുന്ന് പഠിച്ചു, നാളെയും 7 മണിക്ക് ഞാൻ അലാറം വെച്ച് എല്ലാ തിരക്കുകളൊക്കെ മാറ്റിവെച്ചു അതേ സമയത്ത് ഇരുന്ന് പഠിക്കണം. എൻ്റെ ഹാബിറ്റായി അത് മാറുന്നത് വരെ ഞാൻ കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും. സോ വോളണ്ടറി റെപ്പിറ്റേഷൻ ഓഫ് എ ന്യൂ ഹാബിറ്റ് ഹെൽപ്സ് ടു മേക്ക് ഇറ്റ് ഫോം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് സാക്രിഫൈസ് ചെയ്ത് എല്ലാം മാറ്റിവെച്ച് അതിനുവേണ്ടി കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യണം, എഫേർട്ട് ഇടണം, കുറച്ച് ബുദ്ധിമുട്ട് സഹിക്കണം. എന്നാൽ മാത്രമേ അത് നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറുകയുള്ളൂ. ദെൻ ആബ്സെൻസ് ഓഫ് എക്സെപ്ഷൻ. മറ്റൊരു പ്രധാന സംഗതിയാണ് ആബ്സെൻസ് ഓഫ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അഥവാ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒഴിവ്, ഒരു എക്സ്ക്യൂസും അവിടെ കൊടുക്കാതിരിക്കുക. Another important principle in the formation of the habit is the absence or avoidance of any exception in the process of formation. എനിക്ക് ഈ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അവിടെ വേറൊരു എക്സ്ക്യൂസ് കൊണ്ടുവരരുത്. ഇന്ന് ഞാൻ 7 മണിക്ക് പഠിക്കുന്നില്ല, എനിക്കിന്ന് വേറൊരു കാര്യം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇന്ന് പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, OTTയിൽ മൂവി റിലീസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എക്സെപ്ഷൻസ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഹാബിറ്റ് ആവില്ല. എന്ത് സാഹചര്യമാണ് എങ്കിലും അത് മാറ്റിവെച്ചുകൊണ്ട്
എൻ്റെ ഹാബിറ്റ് ഫോം ചെയ്യാനുള്ള പ്രോസസ്സുകളിൽ ഏർപ്പെടുകയാണ് വേണ്ടത്. ഓക്കെ അല്ലേ? ദെൻ അക്കൻറ്റനിങ് വിത്ത് സിറ്റുവേഷൻസ് ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഹാബിറ്റ് ഡെവലപ്മെൻറ്റ്. നമ്മുടെ സ്വഭാവം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോവുക. സോ റിലേറ്റ് വിത്ത് ഓൺലി സച്ച് സിറ്റുവേഷൻ ദാറ്റ് വിൽ എൻകറേജ് ഹാബിറ്റ് ഫോർമേഷൻ ആൻഡ് അവോയ്ഡ് ഓൾ അതർ ആൾട്ടർനേറ്റീവ് സിറ്റുവേഷൻ. പഠനത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. 7 മണി മുതൽ 10 മണി വരെ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ റൂമിൽ കയറുന്നു. ഞാൻ മൊബൈൽ നമുക്കിപ്പോൾ ഒഴിവാക്കാൻ കഴിയില്ല. മൊബൈലിലായിരിക്കും നിങ്ങൾ പഠിക്കുക. ബാക്കി സോഷ്യൽ മീഡിയാസൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യുന്നു. അതൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്ത് വെക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലെ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതൊന്നും യൂസ് ചെയ്യരുതെന്ന് ഞാൻ പറയില്ല. മറിച്ച് പഠിക്കുന്ന സമയത്ത് അത് ഡീആക്ടിവേറ്റ് ചെയ്ത് വെക്കുക, അത് ഹൈഡ് ചെയ്ത് വെക്കുക. പഠനത്തിൽ മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, നോട്ട്സ് എഴുതുന്നു. ദെൻ TV മറ്റുള്ള ശബ്ദങ്ങളൊന്നും കേൾക്കാതെ വരുന്നൊരു സാഹചര്യം ഒരുക്കുന്നു. ബാക്കി ഫാമിലി മെമ്പേഴ്സിനോട് പറയുന്നു, ഞാനൊരു 2 മണിക്കൂർ 3 മണിക്കൂർ പഠിക്കുകയാണ്, അപ്പോൾ ഒരുപാട് എമർജൻസി ഇല്ല എങ്കിൽ എന്നെ ശല്യപ്പെടുത്തരുതെന്നൊക്കെ പറഞ്ഞ് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുക. അല്ലാതെ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ പഠിക്കുന്നു, ഒരു 10 മിനിറ്റ് ബാക്കി സംസാരിക്കുന്നു, ഫോൺ വിളിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ പോകുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിറ്റുവേഷൻസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യുക, അതുമായിട്ട് നമ്മൾ ഇടപെടുക. ദെൻ പ്രാക്ടീസ് ദ ന്യൂ ഹാബിറ്റ്. ഈ പുതിയ ശീലം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ശീലമാകുന്നത് വരെ അത് പ്രാക്ടീസ് ചെയ്യുക. ഒരു 20, 21, 22, 23 ദിവസങ്ങളോളം നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ശീലമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എഫേർട്ട് കുറയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഹാബിറ്റ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഹാബിറ്റ് ഫോം ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല മോട്ടിവേഷനോട് കൂടി ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, വോളണ്ടറി റിപ്പീറ്റേഷൻ ഉണ്ടാവുക. പിന്നീട് എക്സ്ക്യൂസുകൾ മാറ്റി വയ്ക്കുക. എക്സ്ക്യൂസ് കണ്ടെത്താൻ ശ്രമിക്കരുത്. ചില ആളുകൾ ഇന്നെന്തായാലും വേണ്ട, ഇന്ന് തൽക്കാലം ഒന്ന് റെസ്റ്റ് എടുക്കാം, അങ്ങനെ ചിന്തിക്കരുത്. എക്സ്ക്യൂസ് ഒരിക്കലും ഉണ്ടാക്കരുത്. ദെൻ സിറ്റുവേഷൻസ് നമുക്ക് ഫേവറബിൾ ആയിട്ട് കൊണ്ടുവരണം. ദെൻ പ്രാക്ടീസ് നിർത്തരുത്. ഹാബിറ്റ് ആകുന്നത് വരെ പ്രാക്ടീസ് തുടർന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഗുഡ് ഹാബിറ്റ്സ് ആണെങ്കിലാണ് നമ്മളത് ഫോം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഗുഡ് ഹാബിറ്റ് പോലെ തന്നെ ബാഡ് ഹാബിറ്റ് ഉണ്ടാകും അല്ലേ? അപ്പോൾ ബാഡ് ഹാബിറ്റ് ആകുമ്പോൾ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഒരു ബാഡ് ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. In order to remove a bad habit, it must be replaced with a good habit. ഒരു ബാഡ് ഹാബിറ്റ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഗുഡ് ഹാബിറ്റ് കൊണ്ടുവരണം അല്ലേ? ഒരു ബാഡ് ഹാബിറ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഗുഡ് ഹാബിറ്റ് കൊണ്ടുവരണം. എന്നും ഞാനൊരു 4-5 സിനിമ കാണും. സിനിമ കാണുന്നത് നമ്മൾ ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് വേറൊരു കാര്യം. നമ്മൾ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി സിനിമ കാണുന്നു, ഓക്കെ. അങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ തന്നെ അതിനൊരു ലിമിറ്റ് വെക്കണം അല്ലേ? ഒരു ലിമിറ്റ് വെക്കണം. അപ്പോൾ സിനിമ കാണുന്നത് നിങ്ങളുടെ ബാഡ് ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ, അഥവാ ഒരുപാട് സമയം നിങ്ങൾ അതിൻ്റെ മുകളിൽ കളയുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ നിരന്തരം റീൽസ് കാണുന്നു, അതൊക്കെ ഒരു അഡിക്ഷനായിട്ട് മാറും അല്ലേ? ഡിജിറ്റൽ അഡിക്ഷനായിട്ട് മാറും. ഡ്രഗ്സ്, ആൽക്കഹോൾ മാത്രമല്ല, ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ട്. നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ രോഗത്തെക്കുറിച്ചും മനുഷ്യൻ്റെ അസ്വസ്ഥതകളെക്കുറിച്ചും നിങ്ങൾ കുറച്ചുകൂടി ബോധേഡാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഡിജിറ്റൽ അഡിക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് കാരണമാകും ഓവർ യൂസ് ഓഫ് സോഷ്യൽ മീഡിയാസ്. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ അവിടെ നമ്മൾ പുതിയൊരു ഹാബിറ്റ് കൊണ്ടുവന്ന് വെക്കണം. നമുക്ക് എന്ത് ചെയ്യാം? റീഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അതേ സ്ഥാനത്ത് അല്ലേ? സിനിമ കാണുന്ന അതേ എഫക്റ്റ് തന്നെ നമുക്ക് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഉണ്ടാവും. റീഡിങ് നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഫാമിലി ടൈം അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ എക്സസൈസ് പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടിയുള്ളത് അവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ അവിടെയും ഒരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാർട്ട് വിത്ത് എ സ്ട്രോങ് ഡിസൈർ ടു ചേഞ്ച്. ഞാനിതിൽ മാറ്റം വരുത്തും. അത് മോശമായിട്ടുള്ള ഹാബിറ്റാണ് എന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും നല്ല ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹാബിറ്റ് മോശമാണ്, ഞാനിത് മാറ്റിയെടുത്തിരിക്കും എന്നൊരു സ്ട്രോങ് ഡിസയർ ഉണ്ടാവുക. ഡോണ്ട് അലോ എക്സെപ്ഷൻസ് വൈൽ പ്രാക്ടീസിങ് ടു ഗുഡ് ഹാബിറ്റ്. ഒരു ഗുഡ് ഹാബിറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരിക്കലും ഒരു എക്സ്ക്യൂസ് കണ്ടെത്തുകയേ ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ റീൽസ് നോക്കിക്കൊണ്ടിരിക്കുന്നു, 9:30 അപ്പോൾ കരുതുന്നു ഒരു 10 മിനിറ്റ് കൂടി കാണാം. അപ്പോൾ 9:40 ആകും. എന്തായാലും 9:40 ആയില്ലേ, 9:45 ആക്കാം. അങ്ങനെ 9:45 എന്തായാലും 9:45 ആയില്ലേ, കുറച്ച് റൗണ്ട് ചെയ്ത് 10 മണിയാക്കാം. ഇങ്ങനെ എക്സ്ക്യൂസ് കണ്ടെത്താതിരിക്കുക. ഇതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യമാണ് അല്ലേ? ഞാനടക്കം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഒരിക്കലും ഒരു എക്സ്ക്യൂസും ഉണ്ടാക്കി എടുക്കരുത്.
സീക്ക് സപ്പോർട്ട് ഫ്രം അതേഴ്സ് ഫോർ പ്രാക്ടീസിങ് ദ ന്യൂ ഗുഡ് ഹാബിറ്റ്. പുതിയൊരു ശീലം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മറ്റൊരാളുടെ സഹായം വേണ്ടി വന്നേക്കാം. അപ്പോൾ നമുക്ക് പറയാം, ഞാൻ ഫോൺ എടുക്കുകയാണെങ്കിലും ഫോൺ എടുക്കരുത് എന്ന് എന്നോടൊന്ന് വാൺ ചെയ്യണം എന്ന് നമ്മുടെ പാരൻസിനോടോ നമ്മുടെ ലൈഫ് പാർട്ട്ണറിനോടോ നമ്മുടെ കുട്ടികളോടോ പറയാം. അപ്പോൾ നമുക്ക് നല്ല ഹാബിറ്റ് ഉണ്ടാക്കാൻ ഒരാളുടെ സഹായം വേണമെങ്കിൽ തേടാം. പ്രാക്ടീസ് ദ ന്യൂ ഹാബിറ്റ് കണ്ടിന്യൂസ്ലി. പുതിയ ശീലം. അപ്പോൾ ഒരു ബാഡ് ഹാബിറ്റ് ഒഴിവാക്കണമെങ്കിൽ ബാഡ് ഹാബിറ്റ് ഒഴിവാക്കിയിട്ട് അവിടെ ഒരു ഗുഡ് ഹാബിറ്റ് പ്ലേസ് ചെയ്യണം. അപ്പോൾ ഗുഡ് ഹാബിറ്റ് പ്ലേസ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. ഗുഡ് ഹാബിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ബാഡ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാൻ മറ്റു കുറച്ച് റൂൾസ് കൂടിയുണ്ട്. അതുകൂടി നമുക്ക് നോക്കാം. ബ്രേക്കിംഗ് ഓഫ് ഹാബിറ്റ്സ് ബൈ വോളണ്ടറി പ്രാക്ടീസ്. നമ്മൾ സന്നദ്ധയോടുകൂടി തന്നെ, വോളണ്ടറി എന്ന് പറഞ്ഞാൽ നാം അറിഞ്ഞുകൊണ്ട് നാം റെഡി ആയിക്കൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് കോൺഷ്യസ് റിപ്പീറ്റേഷൻ ടെൻഡൻസ് ടു ഗീവ് അസ് കൺട്രോൾ ഓവർ ഹാബിറ്റ്സ് ദസ് ഫെസിലിറ്റേറ്റിംഗ് ദിയർ സെഷൻ അറ്റ് വിൽ. അപ്പോൾ ഒരു ഹാബിറ്റ് മോശമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ബോധപൂർവം തന്നെ പ്രവൃത്തി ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് അത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും അവിടെ നമ്മുടെ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ഇത് മോശമായിട്ടുള്ള സ്വഭാവമാണ്, ഞാനിത് നിർത്തിയിരിക്കും, ഇത് നിർത്തിയിട്ട് ഒരു ഗുഡ് ഹാബിറ്റ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുമെന്ന ബോധം നമുക്ക് തന്നെ ഉണ്ടായിരിക്കുക. അത് ഏറ്റവും വലിയ പ്രധാനമാണ് കേട്ടോ. അപ്പോൾ ഒരു വോളണ്ടറി പ്രാക്ടീസ്, കോൺഷ്യസ് റിപ്പീറ്റേഷൻ, അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സ്വഭാവം മാറ്റാൻ മറ്റൊരാൾ കൊണ്ട് കഴിയില്ല, നമ്മൾ തന്നെ അതിന് തയ്യാറാകണം. ദെൻ ഫോർമേഷൻ ഓഫ് കോൺട്രഡിക്ടറി ഹാബിറ്റ് ടു ബ്രേക്ക് ഇറ്റ്. അപ്പോൾ ഒരു ബാഡ് ഹാബിറ്റ് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യണം, അതിന് നേരെ വിപരീതമാകുന്ന ഒരു ഹാബിറ്റ്. അതാണ് ഞാൻ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാൾ അവിടെ കൊണ്ടുവന്ന് എന്ത് പ്ലേസ് ചെയ്യുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക അല്ലേ, നല്ല ഫിക്ഷൻസ് വായിക്കാൻ കിട്ടും. നമുക്ക് നല്ല ആസ്വാദനം നൽകുന്ന ഫിക്ഷൻസ്, അല്ലെങ്കിൽ നമുക്ക് ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ ബാഡ് ഹാബിറ്റിനെ റീപ്ലേസ് ചെയ്യുന്ന തരത്തിലുള്ള കോൺട്രഡിക്ടറി ഹാബിറ്റ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. ബ്രേക്കിംഗ് ഓഫ് ഹാബിറ്റ് ബൈ ഡൂയിങ് ഇറ്റ് ടു എക്സസ്. നമുക്ക് ചിലപ്പോൾ ഒരു ബാഡ് ഹാബിറ്റ് അത് എക്സസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ വെറുക്കും. അപ്പോൾ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു രീതിയും അഡോപ്റ്റ് ചെയ്യാം. പക്ഷെ അത് അഡോപ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അല്ല, ഒരു കാര്യം നമ്മൾ അമിതമാകുമ്പോൾ അതിനത് നമ്മൾ വെറുക്കും. ആ ഒരു രീതിയും നമുക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ അല്ലേ? ഇനിയാണ് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരുന്നത്. റോൾ ഓഫ് ഹാബിറ്റ്സ് ഇൻ ഹെൽത്ത് ആൻഡ് ഇൽനെസ്. ആരോഗ്യം, രോഗം, ഇവയും ഹാബിറ്റുമായിട്ട് എന്തെങ്കിലും ശീലമുണ്ടോ? നമുക്ക് നോക്കാം. സം ഹാബിറ്റ്സ് ആൻഡ് പ്രാക്ടീസ് ഇൻവോൾവ് റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഹെൽത്ത്. ചില ശീലങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് ദോഷമാണ്. ഹാബിറ്റ്സ് ക്യാൻ ഹാവ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എഫക്ട്സ് ഓൺ ഹെൽത്ത്. അപ്പം നമ്മുടെ ആരോഗ്യത്തെ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ബാധിക്കാൻ ചില ശീലങ്ങൾ കാരണമാകും. ഹാബിറ്റ്സ് വിത്ത് പൊട്ടൻഷ്യൽ നെഗറ്റീവ് എഫക്ട്സ് സച്ച് ആസ് സെഡന്ററി ലൈഫ് സ്റ്റൈൽ. ചില ജീവിത ശൈലികൾ, വളരെ അനുയോജ്യമല്ലാത്ത ചില ജീവിത ശൈലികൾ, അതായത് ഓവർ ഈറ്റിംഗ്, ഒരുപാട് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ പോഷകാഹാരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അവസ്ഥ. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഏതൊരു സിനിമാ നടൻ പറഞ്ഞിട്ടുള്ളത്, സ്ഥിരം അയാൾ എന്ത് ചെയ്യുന്നു, ഷവായോ ഷവർമയൊക്കെ കഴിക്കുന്നു, അത് കാരണമായിട്ട് അയാൾക്ക് ക്യാൻസർ ഒക്കെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും, അത് സത്യാവസ്ഥയാണോ എന്നുള്ള മറ്റൊരു കാര്യം, എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ ഓവർ ഈറ്റിംഗ്, അമിതമായിട്ട് ആഹാരം കഴിക്കുന്നത് ന്യൂട്രീഷൻ ആയിട്ടുള്ള ഭക്ഷണം, ഏതെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല, പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അപ്പം അങ്ങനത്തെ ആഹാരം കഴിക്കാതിരിക്കുന്നതും ദോഷമാണ്. അതേപോലെ ഇൻസഫിഷ്യൻറ്റ് റെസ്റ്റ്, വിശ്രമമില്ലാത്ത അവസ്ഥ, ഉറക്കമില്ലാത്ത അവസ്ഥ, പൂവർ പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വമില്ലാത്ത അവസ്ഥ, ഇതെല്ലാം നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ശീലങ്ങളാണ്. അപ്പോൾ നമ്മുടെ ജീവിതശൈലി, ഭക്ഷണം, ഉറക്കം, ശുചിത്വം, ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ചില ശീലങ്ങളാണ്. അതർ ഹാബിറ്റ്സ് ദാറ്റ് പുട്ട് എ പേഴ്സൺ റിസ്ക് ഫോർ ഇൽനസ് ഇൻക്ലൂഡ് ആൽക്കഹോൾ, ഡ്രഗ്, അൺസേഫ് സെക്സ്, മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്ണർ. അപ്പോൾ സെക്സ്, ആൽക്കഹോള്, ഡ്രിങ്ക്സ്, ലഹരി, ലൈംഗികത തുടങ്ങിയ കാര്യങ്ങളും ബാഡ് ഹാബിറ്റുകൾ വരുന്നതാണ്. അൺസേഫ് സെക്സ് ആണ് കേട്ടോ. അതെല്ലാം എന്തിൽ വരുന്നതാണ്? ബാഡ് ഹാബിറ്റ്. അപ്പോൾ ബാഡ് ഹാബിറ്റ് നമ്മുടെ ഹെൽത്തിനെ മോശമായിട്ട് ബാധിക്കുന്ന ശീലങ്ങൾ ഉണ്ട്. അതേപോലെ സം ഹാബിറ്റ്സ് ആർ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ സ്പെസിഫിക് ഡിസീസ്. ചില ശീലങ്ങൾ ഉണ്ടാകുമ്പോൾ അസുഖം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടും. ഉദാഹരണം, എക്സസീവ് സൺബാത്തിങ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് സ്കിൻ ക്യാൻസർ. ഇവിടെ നമ്മൾ സൺബാത്ത് ഒന്നും ചെയ്യാറില്ലാത്തതുകൊണ്ട് നമുക്കത് അറിയില്ല. ഈ ഫോറിനേഴ്സൊക്കെ ഇവിടെ ബീച്ചിൽ വന്ന് സൺബാത്താണ് ചെയ്യുന്നത്, വെയിലത്ത് കിടക്കുകയല്ലേ. ഈ സൺബാത്ത് ചെയ്യുമ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല സൂര്യരശ്മികൾ, ഇപ്പോൾ കുറച്ചുകൂടി വിഷം വമിക്കുന്ന തരത്തിലുള്ള സൺറൈസ് ആണ് വരുന്നത്. അത് സ്കിൻ ക്യാൻസറിന് കാരണമാകുന്നു.
രണ്ടാമത് പറയുന്നത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയും എക്സസീവ് ഈറ്റിംഗ് ഓഫ് സർട്ടൻ ഫുഡ്സ്. ചില ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് കാർഡിയോ വാസ്കുലാർ ഡിസീസ്. കാർഡിയോ വാസ്കുലാർ ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു. അപ്പോൾ ചില ബാഡ് ഹാബിറ്റ് കാരണമായിട്ട് അസുഖങ്ങൾ കൂടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആരോഗ്യം നശിക്കാനുള്ള ചില ശീലങ്ങളുണ്ട്, അസുഖ സാധ്യത കൂടാനുള്ള ശീലങ്ങളുമുണ്ട്. അപ്പോൾ ബാഡ് ഹാബിറ്റ്സ് കാരണമായിട്ട് നമ്മുടെ ആരോഗ്യം നശിക്കുന്നു, പുതിയ പുതിയ അസുഖങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ബാഡ് ഹാബിറ്റ് മാത്രമല്ല, നല്ല ഹാബിറ്റ്സും ഉണ്ട്. നമ്മുടെ ആരോഗ്യത്തെ കെയർ ചെയ്യാൻ കഴിയുന്ന ഹാബിറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ബാഡ് ഹാബിറ്റ്സ് ഒഴിവാക്കണം. ഇനി പറയാൻ പോകുന്ന ഗുഡ് ഹാബിറ്റ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. റെഗുലർ എക്സസൈസ്, എന്നും എക്സസൈസ് ചെയ്യുക. ബാലൻസ്ഡ് ഡയറ്റ് അഥവാ സമീകൃത ആഹാരം എന്ന് പറയും. കൃത്യമായിട്ടുള്ള ഡയറ്റ് പാലിക്കുക. ഗുഡ് പേഴ്സണൽ ഹൈജീൻ, ഇംപ്രൂവ് ഹെൽത്ത്, നല്ല വ്യക്തി ശുചിത്വം പാലിക്കുക. ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ശീലങ്ങളാണ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ നേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പാക്ട് ഓഫ് സ്പെസിഫിക് ഹാബിറ്റ്സ് ഓൺ ഹെൽത്ത് സ്റ്റാറ്റസ്. നമ്മുടെ ആരോഗ്യ പരിചരണത്തിൽ നമ്മുടെ ആരോഗ്യത്തെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ശീലങ്ങളെയും ആരോഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ശീലങ്ങളെക്കുറിച്ചും ഒരു നേഴ്സ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാലേ അതനുസരിച്ചുള്ള പരിചരണം കൊടുക്കാൻ കഴിയുള്ളൂ. സോ നേഴ്സ് ക്യാൻ എഡ്യൂക്കേറ്റ് പേഷ്യൻസ് ആൻഡ് ദ പബ്ലിക് ഓൺ ഡെവലപ്പിംഗ് ഗുഡ് ഹാബിറ്റ്സ് ടു ഇംപ്രൂവ് ഹെൽത്ത്. ഒരു ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നല്ല ശീലങ്ങൾ രോഗിക്ക് പകർന്നു നൽകാൻ ഒരു നേഴ്സിന് കഴിയും. അപ്പം നീ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ്, ഒരു ബോധറൈസേഷൻ നൽകാൻ ഒരു നേഴ്സിന് കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നല്ല ഹാബിറ്റ് കൊണ്ടുവരാൻ ഒരു നേഴ്സിന് കഴിയും. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് ഹാബിറ്റ് ഫോർമേഷൻ ഫോർ നേഴ്സ്. എന്തുകൊണ്ട് ഒരു നല്ല ഹാബിറ്റ് ഫോർമേഷൻ ഒരു നേഴ്സ് ശ്രമിക്കണം എന്ന് ചോദിച്ചാൽ, എ സ്റ്റുഡൻറ് നേഴ്സ് മസ്റ്റ് ബിയർ ഇൻ മൈൻഡ് ദ ഫോളോയിങ് പോയിന്റ്സ് ഫോർ ഹെർ ലേണിംഗ് ടു ബി എഫക്റ്റീവ്. തൻ്റെ ഒരു നേഴ്സ് ആ നേഴ്സിൻ്റെ തന്നെ നല്ല ഹാബിറ്റുകൾ പാലിക്കാൻ സന്നദ്ധത കാണിക്കണം. അപ്പോൾ താഴെ തന്നിരിക്കുന്നതാണ് ചില പ്രധാനപ്പെട്ട ഗുഡ് ഹാബിറ്റ് ഒരു നേഴ്സ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇവിടെ ഒരു സ്റ്റുഡൻറ് നേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് എങ്കിലും നിങ്ങളിനി ജൂനിയർ നേഴ്സ് ആകാൻ പോവുകയാണ് അല്ലേ, നിങ്ങൾക്കും ഇത് വളരെയധികം പ്രധാനമാണ്. ബീയിങ് സെൽഫ് പ്രിപ്പയർഡ്, നമ്മൾ സ്വയം തയ്യാറാവുക. ശാരീരികമായിട്ടും മാനസികമായിട്ടും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കും. സൗണ്ട് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ആർ പ്രീറിക്വയർസ് ഫോർ ഗുഡ് സ്റ്റഡി. നന്നായിട്ട് പഠിക്കണമെങ്കിൽ നല്ല ആരോഗ്യവും നല്ല മാനസികാരോഗ്യവും വേണം. അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ബിസൈഡ് ദിസ് ദ സ്റ്റുഡൻറ് നേഴ്സ് ഷുഡ് ആൾസോ ഹാവ് കപ്പാസിറ്റി ഫോർ ഹാർഡ് വർക്ക്. അപ്പോൾ നന്നായിട്ട് പരിശ്രമിക്കാൻ നിങ്ങൾക്ക് അതിലൂടെ കഴിയുക. അപ്പോൾ ഒരു നേഴ്സിനും അത് തന്നെ വേണം, സ്റ്റുഡൻറ്റിന് മാത്രമല്ല. ഒരു നേഴ്സാകുന്ന സമയത്തും നിങ്ങൾ നന്നായിട്ട് സെൽഫ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ ഫിസിക്കൽ മെൻ്റൽ ഹെൽത്ത് നന്നായിട്ട് കാത്തു സൂക്ഷിക്കുക. എന്നാൽ മാത്രമേ നല്ലൊരു കെയർ നിങ്ങൾക്ക് ആർക്ക് നൽകാൻ കഴിയുള്ളൂ, നിങ്ങളുടെ പേഷ്യൻസിന് നൽകാൻ കഴിയുള്ളൂ. ദെൻ ഹോൾനെസ്, ഒരു സമഗ്രത സ്വഭാവം ഉണ്ടാവുക. ഹോൾനെസ്, ഇറ്റ് റെക്കമെൻഡസ് ടു ഹാവ് എ ബേർഡ് ഐ വ്യൂ ഓഫ് ദ കംപ്ലീറ്റ് സബ്ജക്ട് ബിഫോർ ഗോയിങ് ഇൻ ടു ഡീറ്റെയിൽസ് ഓഫ് ദ സ്റ്റഡി. ഒരു കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ച് പഠിക്കുന്നതിന് മുന്നേ മൊത്തത്തിലൊന്ന് അതിനെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഹോൾനെസ്. മൊത്തത്തിൽ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് പഠിക്കാൻ പോയാലും ആദ്യം മൊത്തത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുക. സോ ഡോക്ടർ ബുച്ചനാൻ ഹാസ് സജസ്റ്റഡ് ദാറ്റ് ദ എൻറ്റയർ കോഴ്സ് ഔട്ട്ലൈൻ be skimmed so as to identify the main idea underlying the whole course and locate the sections that deserve close study. നമ്മളൊരു കാര്യം പൂർണ്ണമായിട്ട് പഠിക്കുന്നതിന് മുന്നേ ആദ്യം അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ആഴത്തിൽ പഠിക്കാൻ വേണ്ടി പോവുക എന്നാണ് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ദെൻ പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ, കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക അല്ലേ, കൃത്യമായിട്ട് പ്ലാൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അവസ്ഥ ഇതായിരിക്കും, നമ്മുടെ തല ഇങ്ങനെ പുകയും അല്ലേ. So planning and organization. The student nurse should have a timetable for the whole day with a different period of the study. കൃത്യമായിട്ട് ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുക. അപ്പോൾ ആ ഒരു ടൈമൊക്കെ കൃത്യമായിട്ടും സെലക്ട് ചെയ്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത രീതിയിൽ പഠിക്കുക. അപ്പോൾ ഇതൊക്കെ സ്റ്റുഡൻറ് നേഴ്സിനോട് പറയുകയാണെങ്കിലും നമുക്കും ബാധകമാണ്. ദെൻ ക്ലാരിറ്റി ഓഫ് പേർപ്പസ്, ഞാൻ കുറച്ച് സ്പീഡിൽ പോവുകയാണ്, ഇത് നമുക്ക് അത്ര കണ്ട് നിലവിൽ ഉപയോഗമല്ലാത്തൊരു സാധനമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പോവാണ്. ദ സ്റ്റുഡൻറ് നേഴ്സ് ഷുഡ് ബി ക്ലിയർ അബൌട്ട് വാട്ട് ഷീ ഈസ് ലേണിംഗ്. നമുക്ക് പഠിക്കുന്നതിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവുക. ആൻഡ് അസോസിയേറ്റഡ് വിത്ത് അസ് എനി ഇഷ്യൂസ് ആസ് പോസിബിൾ. അത് പ്രവർത്തിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുക. അപ്പോൾ എന്താണ് പഠിക്കുന്നത് അതുമായിട്ട് ക്ലാരിറ്റി ഉണ്ടാവുക,
അത് നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുക. ഇൻ പർട്ടിക്കുലർ ഷീ മസ്റ്റ് നോ ഹൗ ദ പീസ് ഓഫ് ലേണിംഗ് വിൽ ഹെൽപ്പ് ഇൻ ദ കരിയർ. എൻ്റെ കരിയറിൽ ഈ പഠനം എങ്ങനെ എന്നെ സഹായിക്കുമെന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ പഠിക്കാൻ പോകുന്നത് പ്രാക്ടിക്കലി മെച്ചമുള്ള കാര്യങ്ങളാണ് എന്ന ബോധം ഉണ്ടാവുക. ഞാൻ പഠിക്കുന്നത് വെറുതെയാണ്, ഇത് എൻ്റെ ഭാവിയിൽ ഉപയോഗമാകില്ല എന്ന ചിന്ത ഉണ്ട് എങ്കിൽ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ദെൻ പ്രോംപ്റ്റ് സ്റ്റാർട്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ആ നല്ല രീതിയിൽ പഠനം ആരംഭിക്കുക. സെർച്ച് ഫോർ എസെൻഷ്യൽ ഇൻ ആൻ അസൈൻമെൻറ്റ്. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടും അസൈൻമെൻറ്റിന് വേണ്ടിയും മറ്റും ഗവേഷണം കൃത്യമായിട്ട് ചെയ്യുക. സ്റ്റുഡൻറ് മസ്റ്റ് always look for the basic fact of the subject study and give due importance to the general principles as well as details. അപ്പോൾ പഠനം കൃത്യമായിട്ടും മുന്നോട്ട് നടത്തുക. ആവശ്യമായിട്ടുള്ള നോട്ട് ടേക്ക് ചെയ്യുക. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ആ ഒരു മെയിൻ പോയിന്റ് മാത്രം ശ്രദ്ധിച്ചു പോവുക. ആൻഡ് റിവ്യൂ ആൻഡ് ഓവർലൈൻ. പഠനം കൃത്യമായിട്ടും റിവിഷൻ ചെയ്യുക, ഓവർലൈൻ ചെയ്യുക. ആ ഓവർലൈൻ എന്ന് പറയുന്ന സംഗതി നമുക്ക് വേണം. അത് നമ്മൾ ലേണിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി വരും. എന്താണ് ഓവർലൈൻ? ദ റേറ്റ് ഓഫ് ഫോർഗെറ്റിംഗ് ഈസ് ഫാർ ഇൻ എക്സസ് ഓഫ് വാട്ട് ഈസ് റിട്ടൈൻഡ്. നമുക്ക് ഒരു കാര്യം മറന്നു പോകുന്നത് എപ്പോഴാണ്? അത് ഓർത്തെടുക്കാൻ കഴിയാതെ വരുന്ന സമയത്താണ്. ദ റേറ്റ് ഓഫ് ഫോർഗെറ്റിംഗ് ഈസ് ഫാർ ഇൻ എക്സസ് ഓഫ് വാട്ട് ഈസ് റിട്ടൈൻഡ്. Therefore, constant review is required to retain the essential for any subject. ഏതൊരു സബ്ജക്റ്റ് നമുക്ക് ഓർത്തെടുക്കണമെങ്കിൽ, ഇത് നമുക്ക് വേണ്ട സംഗതിയാണ്, അതാണ് ഞാൻ അത് വിശദീകരിക്കുന്നത്. അപ്പോൾ ഒരു സംഗതി നമുക്ക് ഓർത്തെടുക്കണമെങ്കിൽ അത് കോൺസ്റ്റന്റ് ആയിട്ട് റിവ്യൂ ചെയ്യണം, റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ബിസൈഡ് വൺ മസ്റ്റ് ലേൺ മോർ ദാൻ വാട്ട് ഈസ് നെസസറി. സോ അതുകൊണ്ട് അവന് ആവശ്യമായതിൽ കൂടുതൽ അവൻ പഠിക്കുക. മോർ ദാൻ വാട്ട് ഈസ് നെസസറി. അപ്പോൾ അവന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ പഠിക്കുക. അഥവാ ഒരു കാര്യം പഠിക്കുമ്പോൾ 1, 2, 3 തവണ പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ പഠിക്കുക. എന്നാലേ അത് മനസ്സിലേക്ക് കൂടുതൽ തങ്ങി നിൽക്കുകയുള്ളൂ. സോ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു റീഡ് ദ സെയിം ടോപ്പിക് ഫ്രം മെനി ബുക്സ് ആൻഡ് ആൾസോ റീകോൾ വാട്ട് ഹാസ് ബീൻ ലേൺഡ്. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പല പുസ്തകങ്ങൾ റെഫർ ചെയ്തും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇഫ് ദ റീകോൾ ഈസ് അൺസാറ്റിസ്ഫാക്ടറി ദ ലെസൺ ഷുഡ് ബി റിവൈസ്ഡ്. എന്നിട്ട് നമ്മൾ ഓർത്തെടുത്ത് നോക്കുക. ഓർത്തെടുക്കുമ്പോൾ അത് മനസ്സിലേക്ക് കൃത്യമായിട്ടും വരുന്നില്ല എങ്കിൽ വീണ്ടും റിവൈസ് ചെയ്യുക. നമ്മളൊരു കാര്യം പഠിച്ചതിന് ശേഷം മനസ്സിൽ അതുണ്ടോ എന്ന് റീകോൾ ചെയ്യുക. അത് റീകോൾ ചെയ്തില്ലെങ്കിൽ അഥവാ അത് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ പഠനം ശരിയായിട്ടില്ല എന്നാണ്. അപ്പോൾ വീണ്ടും റിവൈസ് ചെയ്യുക. സോ ഓവർ ലേണിംഗ് ഈസ് ഹെൽപ്ഡ് ബൈ റിപ്പീറ്റേഷൻ ആൻഡ് റെസിറ്റേഷൻ. അപ്പോൾ നമുക്ക് ഈ റിപ്പീറ്റേഷനിലൂടെയും റെസിറ്റേഷനിലൂടെയും ഓവർ ലേണിന് സഹായിക്കും. എന്താണ് ഓവർ ലേൺ? ഓവർ ലേൺ എന്ന് പറഞ്ഞാൽ ഇനി തനിക്ക് ഓർത്തെടുക്കാൻ പ്രയാസമുണ്ടാകാത്ത തരത്തിൽ ഒരു കാര്യം പഠിക്കുന്നതിനാണ് ഓവർ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓവർ ലേൺ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മറക്കില്ല. അപ്പോൾ ഓവർ ലേണിംഗ് എന്ന ഒരു ഘട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. ഇനി അത് നിങ്ങൾക്ക് മറന്നു പോകാൻ സാധ്യതയില്ലാത്ത തലത്തിലേക്ക് എത്തണം. ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ഈ വർഷം നിങ്ങൾ മറക്കില്ലല്ലോ. അതിനും കാരണം എന്താ? നാം അറിഞ്ഞോ അറിയാതെയോ ഓവർ ലേണിംഗ് എന്ന പൊസിഷനിലേക്ക് അത് എത്തി. ഇനി നമ്മളത് മറക്കില്ല. അപ്പോൾ ഒരു സബ്ജക്റ്റ് ഇനി മറക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മൾ പഠിക്കുക, അത്രയും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ നമുക്ക് പേയിങ് അറ്റൻഷൻ ടുവേർഡ്സ് ചാർട്ട്സ്, ടേബിൾസ് ആൻഡ് ഫോമുലാസും ടേബിൾസും ചാർട്ട്സ് ഒക്കെ ഉപയോഗിച്ച് പഠിക്കാം. ഒരു കാര്യം നമ്മൾ ടെക്സ്റ്റ് മാത്രം നോക്കി പഠിക്കുന്ന സമയത്ത് നമുക്ക് ബോറിംഗ് ഉണ്ടാകും. അപ്പോൾ കുറച്ച് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മളത് പഠിക്കാൻ ശ്രമിക്കുക. അതേപോലെ പ്രോപ്പർ ഫിസിക്കൽ സറൗണ്ടിങ്സ്, നല്ല ചുറ്റുപാടുകൾ ഉണ്ടാകണം. നമുക്ക് കൃത്യമായിട്ടും പഠിക്കണമെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്സും വളരെയധികം പ്രധാനമാണ്. നമ്മുടെ പഠനത്തെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള സറൗണ്ടിങ്സ് ആണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ദെൻ ഇന്റർ റിലേഷൻഷിപ്പ് ആൻഡ് കോറിലേഷൻ എമംഗ് വേരിയസ് സബ്ജക്ട്സ് സച്ച് ആസ് അനാട്ടമി, ഫിസിയോളജി, കെമിസ്ട്രി ഈസ് കൺഡ്യൂസീവ് ടു എഫിഷ്യന്റ് ലേണിംഗ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഓരോ സബ്ജക്റ്റും മറ്റു സബ്ജക്റ്റുമായിട്ട് ബന്ധമുണ്ട്. ഈ ബന്ധം അറിഞ്ഞു പഠിക്കുക. ഫിസിയോളജിയും അനാട്ടമിയും കെമിസ്ട്രിയൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഈ ബന്ധം അറിഞ്ഞു തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാ നോളജും റിലേറ്റഡ് ആണ്. അപ്പോൾ അത് കണക്ട് ചെയ്ത് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്പീഡിൽ പോകേണ്ട കാര്യം ആയതുകൊണ്ടാണ് ഞാൻ എല്ലാം വായിക്കാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം വായിച്ച് പോയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ഹാബിറ്റ് എന്നും ഒരു ഹാബിറ്റ് എങ്ങനെ നമ്മുടെ പഠനത്തെ, നേഴ്സിംഗ് എഡ്യൂക്കേഷനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി ഹാബിറ്റായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാൻ ഉണ്ട്. അത് ഈ ഒരു സെഷനിലല്ല, ലേണിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനോടനുബന്ധമായിട്ട് നമ്മളത് പറയുന്നതാണ്. ഓക്കെ അല്ലേ? സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് MCQs കൂടി നോക്കിയിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് എ ഹാബിറ്റ്?
എന്താണ് ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത്? എന്താണ് ഹാബിറ്റ്? ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എ ടെൻഡൻസി ടു ബിഹേവ് ഇൻ റിപ്പീറ്റഡ് മാനർ ഇൻ സിമിലർ സർക്കംസ്റ്റൻസ്. ഒരു സാഹചര്യത്തിൽ ഒരേ രീതിയിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഫോർമേഷൻ ഓഫ് എ ഹാബിറ്റ്? ഒരു ഹാബിറ്റ് ഫോം ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? നമ്മളത് വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? ഹാവിങ് എ സ്ട്രോങ് മോട്ടിവേഷൻ ടു സ്റ്റാർട്ട്. ആ ഒരു സ്വഭാവം തുടങ്ങാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കുക. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഹെൽപ്പിംഗ് ഇൻ ഫോമിങ് എ ഹാബിറ്റ്? ഒരു ഹാബിറ്റ് ഫോം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നതിൽ അവോയ്ഡിങ് വോളണ്ടറി റെപ്പിറ്റേഷൻ അവോയ്ഡ് ചെയ്യണമെന്നല്ല, അത് ചെയ്യണമെന്നാണ് അല്ലേ? വോളണ്ടറി റെപ്പിറ്റേഷൻ അലോ ചെയ്യണമെന്നാണ്. അപ്പോൾ അത് തെറ്റാണ് കേട്ടോ, അത് തെറ്റാണ്. ദെൻ അലോയിങ് എക്സെപ്ഷൻസ് ഇൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എക്സ്ക്യൂസ് കണ്ടെത്തുകയാണോ ചെയ്യേണ്ടത്? അല്ല, അപ്പോൾ അത് തെറ്റാണ്. റിലേറ്റിംഗ് ടു സിറ്റുവേഷൻസ് ദാറ്റ് എൻകറേജ് ദ ഹാബിറ്റിനെ എൻകറേജ് ചെയ്യുന്ന സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുക. ഓപ്ഷൻ സി കറക്റ്റാണ്. ഇഗ്നോറിങ് ദ ഹാബിറ്റ് ആഫ്റ്റർ സ്റ്റാർട്ടിങ്. ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്താൽ അതിനെ ഇഗ്നോർ ചെയ്യരുത്, അതിനെ കൺസിഡർ ചെയ്ത് സ്ഥിരം അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഹാബിറ്റ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന. വിച്ച് പ്രിൻസിപ്പിൾസ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് എ ഹാബിറ്റ്? ഒരു ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന പ്രിൻസിപ്പിൾ ഏതെന്നാണ്? പ്രാക്ടീസിങ് ഇൻകൺസിസ്റ്റൻ്റ് അല്ല, സ്ഥിരമായിട്ട് പ്രവർത്തിച്ചാലേ നമുക്കൊരു ഹാബിറ്റ് ഉണ്ടായി വരുള്ളൂ. അപ്പോൾ അത് തെറ്റാണ്. ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ തെറ്റാണ്. അലോയിങ് ഒക്കേഷണൽ എക്സെപ്ഷൻസിനെ സ്വീകരിക്കാതിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതും തെറ്റാണ്. കണ്ടിന്യൂസ് പ്രാക്ടീസ് വിത്തൗട്ട് എക്സെപ്ഷൻസ്. ഒരു എക്സ്ക്യൂസും കൊടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേ ടു ബ്രേക്ക് എ ബാഡ് ഹാബിറ്റ്? ഒരു ബാഡ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല എഫക്റ്റീവ് വേ എന്ന് പറയുന്നത് റീപ്ലേസിങ് ഇറ്റ് വിത്ത് എ ഗുഡ് ഹാബിറ്റ്. അതിൻ്റെ സ്ഥാനത്ത് ഒരു ഗുഡ് ഹാബിറ്റ് കൊണ്ടുവന്ന് വെക്കുക എന്നാണ് അല്ലേ? അതിൻ്റെ ഇടയിലോ അത് മാറ്റിക്കൊണ്ട് അവിടെ ഒരു ഗുഡ് ഹാബിറ്റ് കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളതാണ് കറക്റ്റ്. അടുത്ത ചോദ്യം, ഹൗ ഡസ് എക്സസീവ് സൺ എക്സ്പോഷർ ഇമ്പാക്ട് ഹെൽത്ത്? സൺ ബാത്ത് കൂടിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന പ്രശ്നം സ്കിൻ ക്യാൻസറിനുള്ള പോസിബിലിറ്റി കൂടും എന്ന് നമ്മൾ പറഞ്ഞ ഓർമ്മയില്ലേ? സ്കിൻ ക്യാൻസറിനുള്ള പോസിബിലിറ്റി അവിടെ കൂടും എന്നുള്ളതാണ് ശരി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗുഡ് ഹാബിറ്റ് ദാറ്റ് ഇംപ്രൂവ്സ് ഹെൽത്ത്? ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്ന നല്ല ഹാബിറ്റ് ഏതാണ്? ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നത് റെഗുലർ എക്സസൈസ് ആണ് അല്ലേ? റെഗുലർ എക്സസൈസ് ആണ്. ബാക്കിയെല്ലാം ഹാംഫുൾ ആണ്. ഓവർ ഈറ്റിംഗ്, മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ്, ആൽക്കഹോൾ അബ്യൂസ്, ഇതെല്ലാം നമ്മുടെ ഗുഡ് ഹാബിറ്റ് അല്ല, ബാഡ് ഹാബിറ്റ് ആണ്. വാട്ട് ഈസ് എ നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് പൂവർ പേഴ്സണൽ ഹൈജീൻ? പൂവർ പേഴ്സണൽ ഹൈജീൻ ഉണ്ടെങ്കിൽ അത് കാരണമായിട്ട് എന്ത് സംഭവിക്കും? ഇൻഫെക്ഷൻസ് ഉണ്ടാകും അല്ലെ? ഇൻഫെക്ഷൻ, ശുചിത്വം ഇല്ലെങ്കിൽ പിന്നീട് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിസ്ക് ഫാക്ടർ ഓഫ് കാർഡിയോവാസ്കുലാർ ഡിസീസസ്? കാർഡിയോവാസ്കുലാർ ഡിസീസ് ഉണ്ടാകാനുള്ള ഒരു കാരണം നമ്മുടെ ഓവർ ഈറ്റിംഗ് ആണ്. ഓവർ ഈറ്റിംഗ് ഓഫ് അൺഹെൽത്തി ഫുഡ്സ് ആണ്. വൈ ഈസ് എ ഹാബിറ്റ് ഫോർമേഷൻ ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെൽത്ത്? നമ്മുടെ ആരോഗ്യത്തിന് ഹാബിറ്റ് ഫോർമേഷൻ വളരെയധികം പ്രധാനപ്പെട്ടതാണെന്ന് പറയാനുള്ള കാരണം ഗുഡ് ഹാബിറ്റ്സ് പ്രൊമോട്ട് വെൽബീങ്. നല്ല ഹാബിറ്റ് ഉണ്ട് എങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാവും. ബാഡ് ഹാബിറ്റ് ആണെങ്കിൽ അസുഖം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഹാബിറ്റ് ഫോർമേഷൻ ശ്രദ്ധിക്കണം. ഗുഡ് ഹാബിറ്റ് പ്രൊമോട്ട് ചെയ്യാനും ബാഡ് ഹാബിറ്റ് ഒഴിവാക്കാനും നമ്മൾ ശ്രമിക്കണം. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാബിറ്റ് ഈസ് ലൈക്ലി ടു ഇംപ്രൂവ് ഹെൽത്ത്? ആരോഗ്യം വികസിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഹാബിറ്റ് ഏത്? ആരോഗ്യം വികസിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നത് പ്രാക്ടീസിങ് ഗുഡ് പേഴ്സണൽ ഹൈജീൻ, നല്ല വ്യക്തി ശുചിത്വം ഉണ്ടാവുക. ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ്. ഹൗ ക്യാൻ നേഴ്സ് ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് ഡെവലപ്പ് ഗുഡ് ഹാബിറ്റ്സ്? നല്ല ഹാബിറ്റ് ഉണ്ടാക്കാൻ ഒരു നേഴ്സിനെ എങ്ങനെ സഹായിക്കാൻ കഴിയും? ഹെൽത്തി ബിഹേവിയേഴ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക്. ബൈ എഡ്യൂക്കേറ്റിംഗ് പീപ്പിൾ ഓൺ ഹെൽത്തി ബിഹേവിയേഴ്സ്. നല്ല ശീലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് ഒരു നേഴ്സിന് ചെയ്യാൻ കഴിയുന്ന കാര്യം. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിസ്ക് ഫാക്ടർ ഫോർ ഇൽനസ്? അസുഖത്തിൻ്റെ റിസ്ക് ഫാക്ടറിൽ ഉൾപ്പെടാത്തത് ഏത്? ബാലൻസ്ഡ് ഡയറ്റ് അല്ലേ? സമീകൃത ആഹാരം, കൃത്യമായിട്ടുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള സമീകൃതമായിട്ടുള്ള ആഹാര ശൈലി നമ്മുടെ അസുഖം മാറാൻ കാരണമാണ്, നമുക്ക് നല്ല ആരോഗ്യം നിലനിൽക്കാനുള്ള കാരണമാണ്. എന്തല്ല, റിസ്ക് ഫാക്ടർ അല്ല. ഇതിൻ്റെ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ബെസ്റ്റ് അപ്രോച്ച് ഫോർ എ സ്റ്റുഡൻറ് നേഴ്സ് ടു സ്റ്റാർട്ട് സ്റ്റഡിങ്? പഠനം ആരംഭിക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ് നേഴ്സ് സ്വീകരിക്കേണ്ട ഏറ്റവും നല്ല അപ്രോച്ച് ഏതാണ്? ഏറ്റവും നല്ല അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഇമ്മീഡിയറ്റ്ലി വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം. സമയം കളയാതെ പഠനം ആരംഭിക്കുക.
ഇവിടെ നഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ സ്ട്രെസ് ചെയ്യുന്ന കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഏരിയ പെട്ടെന്ന് പറഞ്ഞു പോയത്. അവിടെ ആവശ്യമുള്ള കാര്യം മാത്രമേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. വാട്ട് ഷുഡ് എ സ്റ്റുഡൻറ് നേഴ്സ് ഫോക്കസ് ഓൺ വൈൽ സ്റ്റഡിങ് ആൻ അസൈൻമെൻറ്റ്? ഒരു അസൈൻമെൻറ്റ് പഠിക്കുന്ന സമയത്ത്, ഒരു അസൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റുഡൻറ് നേഴ്സ് എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്? അതിൻ്റെ ബേസിക് ഫാക്റ്റുകളും ജനറൽ പ്രിൻസിപ്പിൾസും ആണ് അല്ലേ. ആ ഒരു അസൈൻമെൻറ്റിലെ അടിസ്ഥാന വിവരങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസും ജനറൽ പ്രിൻസിപ്പിൾസും നമ്മൾ ഫോക്കസ് ചെയ്യണം. ദെൻ വൈ ഈസ് എ നോട്ട് ടേക്കിംഗ് കൺസിഡർ ആൻ എസെൻഷ്യൽ ഹാബിറ്റ് ഫോർ എ സ്റ്റുഡൻറ് നേഴ്സ്? ഒരു സ്റ്റുഡൻറ് നേഴ്സ് നോട്ട് തയ്യാറാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ? അതിൻ്റെ കാരണം ഇറ്റ് ടെൻസ് സീരിയസ്നെസ് ടു സ്റ്റഡി. നമ്മുടെ പഠനത്തെ കൂടുതൽ സീരിയസ് ആക്കും. ഹെൽപ്സ് ഇൻ റീസണിങ്, കൃത്യമായിട്ടുള്ള യുക്തിചിന്ത ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നു. ദെൻ വൈ ഈസ് റിവ്യൂ ആൻഡ് ഓവർ ലേണിംഗ് നെസസറി? നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് അത് റിവൈസ് ചെയ്യണം. ഓവർ ലേണിംഗ്, അത് മറക്കാൻ കഴിയാത്തത്ര രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം എന്ന് പറയാനുള്ള കാരണം ബിക്കോസ് സ്റ്റുഡൻസ് റിവിഷൻ ഈസ് അൺനെസസറി ആയതുകൊണ്ടാണ്? അല്ല. സ്റ്റുഡൻസ് നെവർ ഫോർഗെറ്റ് വാട്ട് ദേ ഹാവ് ലേൺഡ് ആണോ? അല്ല. ബിക്കോസ് ഫോർഗെറ്റിംഗ് ഈസ് ഫാസ്റ്റർ ദാൻ റിട്ടൻഷൻ. അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം നമ്മൾ പെട്ടെന്ന് മറക്കും അല്ലേ. ഫോർഗെറ്റിംഗ് ഈസ് ഫാസ്റ്റർ, നമ്മൾ പഠിക്കുന്നത് പെട്ടെന്ന് മറക്കും. എന്തിനേക്കാൾ? ഓർത്തെടുക്കുന്നതിനേക്കാൾ. അപ്പോൾ ഓർത്തെടുക്കുക എന്നുള്ളത് എളുപ്പമല്ല. അത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് അതിനുവേണ്ടി കുറേ എഫേർട്ട് ഇടേണ്ടി വരും. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യണം, ഓവർ ലേണിംഗ് നടത്തണം, റിവിഷൻ ചെയ്യണം. ഓക്കെ അല്ലേ? ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്സ് ഇൻ ഓവർ ലേണിംഗ്? ഒരു കാര്യം ഓവർ ലേൺ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? നമ്മൾ മൾട്ടിപ്പിൾ റിസോഴ്സ് ഉപയോഗിച്ച് പഠിക്കുക, പെട്ടെന്ന് ഇങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് ഒരു കാര്യം ഓവർ ലേൺഡ് ആകുന്നത്. ഇനി മറന്നു പോകാൻ കഴിയാത്തത്ര രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് ഉറക്കണമെങ്കിൽ ഒരു കാര്യം നമ്മൾ പല റിസോഴ്സ് ഉപയോഗിച്ച് പഠിക്കുക, പെട്ടെന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് അതിനെ റീകോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഹൗ ക്യാൻ എ സ്റ്റുഡൻറ് നേഴ്സ് എഫക്റ്റീവ്ലി ലേൺ ന്യൂ വേർഡ്സ് ആൻഡ് ടേംസ്? പുതിയ വേർഡ്സും പുതിയ ടേംസ് ഒക്കെ നല്ല രീതിയിൽ പഠിക്കാൻ ഒരു സ്റ്റുഡൻറ് നേഴ്സ് ഏത് മെത്തഡാണ് യൂസ് ചെയ്യേണ്ടത്? ബൈ റൈറ്റിംഗ് ഡൗൺ മീനിങ്സ് ആൻഡ് യൂസിങ് ദം ഇൻ സെൻറ്റൻസസ്. ആ ടേംസ് ഒക്കെ അർത്ഥം മനസ്സിലാക്കുകയും അത് സെൻറ്റൻസുകളിൽ ഉപയോഗിക്കുകയും ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ഒരു ഹാബിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതുകൂടി പറഞ്ഞാലേ ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇനി വാട്ട് റോൾ ഡു ചാർട്ട്സ്, ടേബിൾസ് ആൻഡ് ഫോർമുല പ്ലേ ഇൻ സ്റ്റഡി? പഠനത്തിൽ നമ്മൾ ചാർട്ട്സ്, ടേബിൾസ്, ഫോർമുലാസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാനും ആ കോൺസെപ്റ്റ്സ് പെട്ടെന്ന് പഠിക്കാനും കഴിയുന്നു. അതുകൊണ്ടാണ് നമ്മൾ ചാർട്ട്സ്, ടേബിൾസ് അല്ലേ, ടേബിളും ചാർട്ടൊക്കെ വരുന്ന സമയത്ത് ഒരു കാര്യം പെട്ടെന്ന് അതിലൂടെ കൺവേ ചെയ്യാൻ കഴിയും. ഒരു പാരഗ്രാഫൊക്കെ വായിച്ചെടുക്കാൻ നമുക്ക് പ്രയാസമാണ്. പക്ഷെ ഒരു ചാർട്ട് അല്ലെങ്കിൽ ടേബിൾസ് ഒക്കെ കാണുന്ന സമയത്ത് അതിലൂടെ കാര്യങ്ങൾ പറയാൻ, അത് വിഷ്വലൈസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു, പെട്ടെന്ന് കോൺസെപ്റ്റുകൾ പഠിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ദെൻ ഹൗ ഡസ് ദ ഫിസിക്കൽ എൻവയോൺമെന്റ് അഫക്ട് ലേണിംഗ്? എങ്ങനെയാണ് ഒരു ഭൗതിക പരിസരം നമ്മുടെ പഠനത്തെ സ്വാധീനിക്കുന്നത്? ഇതൊക്കെ പഠിക്കണം കേട്ടോ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഹാബിറ്റ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിൻ്റെ ഉള്ളിൽ പഠനം എങ്ങനെ നമ്മൾ കൊണ്ടുവന്നു എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ വരുന്നൊരു ഏരിയ തന്നെയാണ്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട സാധനം തന്നെയാണ് കേട്ടോ. പക്ഷേ ഇത് ഒരുപാട് ആഴത്തിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് ക്ലിക്കാവുന്നൊരു സാധനമാണ്. നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ പരിസരം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാനുള്ള കാരണം അത് നമ്മുടെ പഠനത്തെ എൻഹാൻസ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഏത് വിധത്തിലുള്ള ഫിസിക്കൽ എൻവയോൺമെൻ്റ് ആണ് വേണ്ടത്? അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ തരത്തിലുള്ള ഒരു ഫിസിക്കൽ എൻവയോൺമെൻ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. എ ക്ലീൻ, വളരെ വൃത്തിയായിട്ടുള്ള, വെൽ വെന്റിലേറ്റഡ്, വായു സഞ്ചാരമുള്ള, വെൽ ലിറ്റ് ഏരിയ ഇംപ്രൂവ്സ് എഫിഷ്യൻസി. നല്ല പ്രകാശവും നല്ല ചുറ്റുപാടുമുള്ള പരിസരമാണ് എങ്കിൽ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയും. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. വൈ ഈസ് ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സബ്ജക്ട്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ സ്റ്റുഡൻറ് നേഴ്സ്? നമ്മൾ പഠിക്കുന്ന ഓരോ സബ്ജക്റ്റും പരസ്പരം ബന്ധമുണ്ട്. അപ്പോൾ ഇങ്ങനെ ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്ന് പറയാനുള്ള കാരണം എന്താ? ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ കണക്ഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് മെഡിക്കൽ സയൻസ്. വൈദ്യശാസ്ത്രത്തിലെ വിവിധ മേഖലകൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അത് നമ്മളെ സഹായിക്കും. ഹൗ ക്യാൻ എ സ്റ്റുഡൻറ് നേഴ്സ് എൻഹാൻസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ലേണിംഗ്? നമ്മുടെ പഠനം കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, റിവിഷൻ നടത്തുക, വിഷയങ്ങൾ ബന്ധപ്പെടുത്തി പഠിക്കുക. ഓക്കെ അല്ലേ? സോ ഇനി നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ആദ്യം അസേർഷനാണ്. എ ഹാബിറ്റ് ഈസ് ലേൺഡ് ബിഹേവിയർ ദാറ്റ് റിക്വയർസ് റിപ്പീറ്റേഷൻ. ഹാബിറ്റ് എന്ന് പറയുന്നത് ഒരു ലേൺഡ് ബിഹേവിയർ ആണല്ലേ? നമ്മൾ പറഞ്ഞു ലേൺഡ് ആണ്, അക്യൂർഡ് ആണെന്ന് പറഞ്ഞു. ഇത് റിപ്പീറ്റേഷനിലൂടെയാണ് നമ്മൾ നേടിയെടുക്കുന്നത്. അത് കറക്റ്റാണ്. ഹാബിറ്റ്സ് ആർ ഫോംഡ് ഇൻസ്റ്റന്റ്ലി ആൻഡ് ഡു നോട്ട് റിക്വയർ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ തെറ്റാണ്. ഹാബിറ്റ് പെട്ടെന്നൊന്നും ഉണ്ടാവില്ല, പ്രാക്ടീസിലൂടെയാണ് ഉണ്ടാകുന്നത്. അത് തെറ്റാണ്. അപ്പോൾ എ കറക്റ്റാണ്,
ആർ റീസണിങ് ഫാൾസ് ആണ്. അസർഷൻ കറക്റ്റ് ആണ്, അതിന്റെ റീസണിങ് ഫാൾസ് ആണ്. അസർഷൻ വോളണ്ടറി റിപ്പീറ്റേഷൻ ഓഫ് എ ഹാബിറ്റ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ഇറ്റ് ഫേം. ഒരു ഹാബിറ്റ് കൃത്യമായി റിപ്പീറ്റ് ചെയ്താൽ അത് നന്നായിട്ട് ഉറയ്ക്കും എന്ന് പറയുന്നത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. റിപ്പീറ്റേഷൻ സ്ട്രെങ്തൻസ് ന്യൂറൽ പാത്വേസ് റീഇൻഫോഴ്സിങ് ഹാബിറ്റ് ഫോർമേഷൻ. അതും കറക്റ്റ് ആണ്. ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ന്യൂറൽ പാത്വേസ് ശക്തിയാവുകയും അതുകൊണ്ട് നമ്മുടെ ഹാബിറ്റ് ശാക്തീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ന്യൂറൽ പാത്വേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂറോൺസിൻ്റെ ഒക്കെ കണക്ഷൻസ് ആണ് അല്ലേ. ഈ ന്യൂറൽ പാത്വേസ് കാരണമായിട്ടാണ് നമ്മുടെ ആക്ഷൻസും മറ്റു കാര്യങ്ങളും നടക്കുന്നത്, കൃത്യമായിട്ടും മെസ്സേജസ് പാസ് ചെയ്യുന്നതും അത് കാരണമായിട്ട് ആക്ഷൻസ് നടക്കുന്നതും. അപ്പോൾ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ന്യൂറൽ പാത്വേസ് ന്യൂറോൺസിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ശക്തി ആകുന്നു. അത് കാരണമായിട്ട് നമ്മുടെ ഹാബിറ്റ് ഫോർമേഷൻ സ്ട്രോങ് ആകുന്നു എന്ന് പറയുന്നത് കറക്റ്റാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ദെൻ ദ ആബ്സെൻസ് ഓഫ് എക്സംഷൻ ഡ്യൂറിങ് ഹാബിറ്റ് ഫോർമേഷൻ എൻഷുർസ് കൺസിസ്റ്റൻസി. നമ്മൾ എക്സ്ക്യൂസുകൾ ഇല്ലാതിരുന്നാൽ നമ്മുടെ ഹാബിറ്റ് ഫോർമേഷൻ കൃത്യമായിട്ട് നടക്കും എന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ? നമ്മൾ എക്സ്ക്യൂസ് ഉണ്ടാക്കാൻ പാടില്ല, എക്സെപ്ഷൻസ് ഉണ്ടാക്കാൻ പാടില്ല. അലോയിങ് ഒക്കേഷണൽ ഡീവിയേഷൻസ് ഡസ് നോട്ട് അഫക്റ്റ് ഹാബിറ്റ് ഫോർമേഷൻ. നമ്മുടെ സ്വഭാവ രീതികൾ അല്ലെങ്കിൽ പ്രാക്ടീസിൽ ഡീവിയേഷൻസ് വരുത്തി കഴിഞ്ഞാൽ ഹാബിറ്റ് ഫോർമേഷന് പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഒക്കേഷണൽ ഡീവിയേഷൻസ് ഹാബിറ്റ് ഫോർമേഷനെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ റീസണിങ് തെറ്റാണ്, അസേഷൻ കറക്റ്റ് ആണ്. എ ഈസ് ട്രൂ, ആർ ഈസ് ഫാൾസ്. ദെൻ അടുത്ത ചോദ്യം, ബ്രേക്കിംഗ് എ ഹാബിറ്റ് റിക്വയേഴ്സ് കോൺഷ്യസ് എഫേർട്ട്. ഒരു ഹാബിറ്റ്, ബാഡ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ കോൺഷ്യസ് എഫേർട്ട് വേണം. കറക്റ്റാണ്. റീപ്ലേസ്മെന്റ് വിത്ത് എ പോസിറ്റീവ് ഹാബിറ്റ്, അതിനെ ഒരു പോസിറ്റീവ് ഹാബിറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അത് കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. ബാഡ് ഹാബിറ്റ്സ് ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ സിംപ്ലി സ്റ്റോപ്പിംഗ് ദം വിതൗട്ട് എനി സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഒരു ബാഡ് ഹാബിറ്റ് നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. അതിന് പകരമായിട്ട് ഒരു ഗുഡ് ഹാബിറ്റ് വെച്ച് വളരെ കോൺഷ്യസ് എഫേർട്ട് കൊടുത്താൽ മാത്രമേ ബാഡ് ഹാബിറ്റ് ബ്രേക്ക് ആവുകയുള്ളൂ. അപ്പോൾ എ തെറ്റല്ല, എ ശരിയാണ്, ബി തെറ്റാണ്. അസേഷൻ ശരിയാണ്, റീസണിങ് തെറ്റാണ്. ദെൻ സ്ട്രോങ് മോട്ടിവേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഫോമിങ് ന്യൂ ഹാബിറ്റ്. പുതിയൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ സ്ട്രോങ് മോട്ടിവേഷൻ വേണം. കറക്റ്റാണ്. വിത്തൗട്ട് മോട്ടിവേഷൻ ഇൻഡിവിജ്വൽസ് മേ നോട്ട് ഫീൽ ദ നീഡ് ടു റിപ്പീറ്റ് ഓർ പ്രാക്ടീസ് എ ന്യൂ ഹാബിറ്റ്. മോട്ടിവേഷൻ ഇല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാനോ റിപ്പീറ്റ് ചെയ്യാനോ കഴിയില്ല. അതും കറക്റ്റാണ്. റീസണിങ്ങും കറക്റ്റാണ്. അപ്പോൾ അസേഷനും റീസണിങ്ങും കറക്റ്റ് തന്നെയാണ്. ദെൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ബ്രേക്കിംഗ് ബാഡ് ഹാബിറ്റ്സ് ആർ കറക്റ്റ്? ബാഡ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? ബ്രേക്കിംഗ് ബാഡ് ഹാബിറ്റ്സ് റിക്വയർ വോളണ്ടറി പ്രാക്ടീസ് ആൻഡ് കോൺഷ്യസ് റിപ്പീറ്റ്. ഒരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ വോളണ്ടറി പ്രാക്ടീസ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് സന്നദ്ധയോടുകൂടി തന്നെ പ്രാക്ടീസ് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം എന്ന് പറയുന്നത് തെറ്റല്ല, ശരിയാണ്. അപ്പോൾ നമുക്ക് ശരിയല്ലേ വേണ്ടത്? അപ്പോൾ ശരിയാണ്, ഒന്ന് ശരിയാണ്. അപ്പോൾ സി വെട്ടാം, അതിലൊന്നില്ലാത്തതുകൊണ്ട് സി വെട്ടാം. റീപ്ലേസിംഗ് എ ബാഡ് ഹാബിറ്റ് വിത്ത് എ കോൺട്രഡിക്ടറി ഹാബിറ്റ് ഈസ് ആൻ എഫക്റ്റീവ് മെത്തേഡ്. ഒരു ബാഡ് ഹാബിറ്റിനെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഗുഡ് ഹാബിറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക വളരെ അനുയോജ്യമായിട്ടുള്ള മെത്തേഡാണ്. അപ്പം രണ്ട് ശരിയാണ്, രണ്ടില്ലാത്തത് വെട്ടാം. അവോയ്ഡിങ് ബാഡ് ഹാബിറ്റ്സ് വിത്തൗട്ട് റീപ്ലേസ് ഈസ് ദ ബെസ്റ്റ് അപ്രോച്ച്. ഒരു ബാഡ് ഹാബിറ്റിനെ ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാതെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. നമ്മളെപ്പോഴും അതിനൊരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു റീപ്ലേസ്മെന്റ് കൊണ്ടുവരണം എന്നല്ലേ പറഞ്ഞത്. അപ്പം 3 തെറ്റാണ്. അപ്പം 3 വെട്ടാം. അപ്പം നമുക്ക് ഉത്തരമായിട്ടുണ്ട്. ദെൻ ഓവർ ഇൻഡൾജിങ് ഇൻ എ ബാഡ് ഹാബിറ്റ് ക്യാൻ സംടൈംസ് ലീഡ് ടു എ ബ്രേക്കിംഗ് ഇറ്റ്. ഇനി ഒരു ബാഡ് ഹാബിറ്റ്, ഒരു ഹാബിറ്റ് അങ്ങോട്ട് എക്സസ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് കൂടും, അതിൻ്റെ കോൺസിക്വൻസ് പെട്ടെന്ന് മനസ്സിലായി നമ്മളത് ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 4 ശരിയാണ് കേട്ടോ. നമ്മൾ ഒരു ബാഡ് ഹാബിറ്റ് നമ്മൾ എക്സസീവായിട്ട് ചെയ്തു. ഒരാൾ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ഒരു ദിവസം മദ്യപിച്ചു, അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ നന്നായിട്ട് അയാൾക്ക് കിട്ടും. പിന്നെ അയാൾ മദ്യപാനം ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ബാഡ് ഹാബിറ്റ് അങ്ങോട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം മുഴുവനും സോഷ്യൽ മീഡിയയിൽ സമയം ചിലവഴിച്ചു, അത് കാരണമായിട്ട് നിങ്ങൾക്ക് തലവേദന ഉണ്ടാകുന്നു, കണ്ണുവേദന ഉണ്ടാകുന്നു, അസ്വസ്ഥത ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു രീതി ശരിയല്ല, ഇത് മാറ്റം വരുത്തണം എന്നൊരു ബോധം നിങ്ങൾക്കുണ്ടാകുന്നു. അതാണ് എക്സസൈസ് ഒരു ബാഡ് ഹാബിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതും ചിലപ്പോൾ ബാഡ് ഹാബിറ്റ് ഒഴിവാക്കാനുള്ളൊരു രീതിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് നമ്മൾ പറയാറ്. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാബിറ്റ്സ് ആർ കൺസിഡേർഡ് റിസ്ക് ഫാക്ടേഴ്സ് ഫോർ എ ഹെൽത്ത്? നമ്മുടെ ആരോഗ്യത്തിന്റെ റിസ്ക് ഫാക്ടറായിട്ട് കരുതപ്പെടുന്ന ശീലങ്ങൾ ഏതൊക്കെ? സെഡന്ററി ലൈഫ് സ്റ്റൈൽ ആൻഡ് ലാക്ക് ഓഫ് എക്സസൈസ്. സെഡന്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുത്തിയിരിക്കുക, അത് അധിക സമയവും കുത്തിയിരുന്നുള്ള ജോലി, അത് ചടങ്ങിരുന്നു എന്ന് നമ്മൾ പറയാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ശരീരം അനക്കാതെ എപ്പോഴും ഇരുന്നു കൊണ്ടുള്ള ജീവിതശൈലി, ഒരുപാട് ഉത്സാഹമില്ലാത്ത ജീവിതശൈലി, അത് പ്രശ്നമാണ്.
എക്സസൈസ് ഇല്ലാത്തതും പ്രശ്നമാണ്. അപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ഹെൽത്ത് അല്ലേ? ആണ്. അപ്പോൾ ഒന്ന് റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ ഒന്നില്ലാത്തത് വെട്ടാം. ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് ഗുഡ് ന്യൂട്രീഷൻ അത് എന്തല്ല, റിസ്ക് ഫാക്ടർ അല്ല, അത് നല്ല ഒരു ഫാക്ടറാണ്, നല്ല നമ്മൾ ചെയ്യേണ്ട നല്ല ഹാബിറ്റാണ്. അപ്പോൾ 2 ഉൾപ്പെടുത്താൻ പറ്റാത്തതാണ്. അപ്പോൾ 2 ഉള്ളത് വെട്ടാം. ആൻസർ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ബാക്കി കൂടി എന്നാലും നോക്കാം. പുവർ പേഴ്സണൽ ഹൈജീൻ ആൻഡ് ലാക്ക് ഓഫ് സ്ലീപ്പ് റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ 3 റിസ്ക് ഫാക്ടറാണ്. ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസും റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ ഓപ്ഷൻ ബി തന്നെയാണ് ഉത്തരമായിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ റോൾ ഓഫ് ഹാബിറ്റ്സ് ഇൻ ഹെൽത്ത് ആൻഡ് ഇൽനെസ് ആർ കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ആരോഗ്യം അസുഖവുമായിട്ട് ബന്ധപ്പെട്ട ശീലങ്ങളിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഗുഡ് ഹാബിറ്റ്സ് ലൈക്ക് റെഗുലർ എക്സസൈസ് ഇംപ്രൂവ് ഹെൽത്ത്. നല്ല ഹാബിറ്റ്, സ്ഥിരം വ്യായാമം ചെയ്യുക പോലുള്ള നല്ല ഹാബിറ്റ് ആരോഗ്യത്തിന് നല്ലതാണ്. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ 1 ശരിയാണ്, ഒന്നില്ലാത്തത് വെട്ടി. എക്സസീവ് സൺ എക്സ്പോഷർ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് സ്കിൻ ക്യാൻസർ. ശരിയല്ലേ? അമിതമായിട്ട് സൺബാത്ത് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ക്യാൻസർ ഉണ്ടാകും. അപ്പോൾ 2 ശരിയാണ്. അപ്പോൾ 2 ഇല്ലാത്തത് വെട്ടാം. ദെൻ ഓവർ ഈറ്റിംഗ് സർട്ടൻ ഫുഡ്സ് ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസ്. അമിതമായിട്ടുള്ള ചില ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതും പ്രശ്നം ഉണ്ടാക്കും, അസുഖം ഉണ്ടാക്കും. അപ്പോൾ 3 ശരിയാണ്. അപ്പോൾ 3 ഇല്ലാത്തത് വെട്ടാം. ഹാബിറ്റ്സ് ഡു നോട്ട് ഹാവ് എനി സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് ഓൺ ഹെൽത്ത് എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മുടെ ശീലവും ആരോഗ്യം തമ്മിൽ ബന്ധം ഉണ്ട്. അപ്പോൾ 4 മാത്രമാണ് തെറ്റ്, ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഫോർ എ സ്റ്റുഡൻറ് നേഴ്സ് ഇൻ ഫോമിംഗ് ഗുഡ് സ്റ്റഡി ഹാബിറ്റ്? നല്ല പഠനശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്? ബീങ് സെൽഫ് പ്രിപ്പയർഡ് വിത്ത് സൗണ്ട് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. നല്ല ശാരീരിക മാനസിക ആരോഗ്യത്തോടു കൂടി പഠിക്കാൻ നമ്മൾ സ്വയം പ്രിപ്പയർ ആവുക. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ 1 ശരിയാണ്, ഒന്നില്ലാത്തത് വെട്ടി. നമുക്ക് ശരിയെന്നല്ലേ വേണ്ടത്? അതെ. ദെൻ അവോയ്ഡിങ് ഹാർഡ് വർക്ക് ആൻഡ് റിലയിങ് ഓൺലി എ നാച്ചുറൽ ടാലൻറ്റ്. ഹാർഡ് വർക്ക് ഒഴിവാക്കുകയല്ല, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ? നാച്ചുറൽ ടാലന്റിനെ മാത്രം ആശ്രയിച്ചാൽ പോരാ. അപ്പോൾ 2 തെറ്റാണ്. അപ്പോൾ 2 ഉള്ളത് വെട്ടാം. ഉത്തരമായി കഴിഞ്ഞു. ക്രിയേറ്റിംഗ് എ വെൽ ഓർഗനൈസ്ഡ് സ്റ്റഡി ടൈം ടേബിൾ വേണം. ക്ലാരിറ്റി ഓഫ് പർപ്പസ് വേണം. അപ്പോൾ 3, 4 ഒക്കെ ശരിയാണ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ദെൻ വിച്ച് ഓഫ് ഫോളോയിങ് ആർ ഇമ്പോർട്ടൻറ്റ് റോൾസ് ഓഫ് എ നേഴ്സ് ഇൻ പ്രൊമോട്ടിംഗ് ഗുഡ് ഹാബിറ്റ്സ്? നല്ല ശീലങ്ങൾ വളർത്താൻ ഒരു നേഴ്സിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും? എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ഓൺ ഗുഡ് ഹാബിറ്റ്സ് ഫോർ ബെറ്റർ ഹെൽത്ത്. 1, പേഷ്യൻസിലേക്ക് അവയർനെസ് കൊടുക്കുക, നല്ല ഹാബിറ്റിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക, അത് കറക്റ്റാണ്. ഇഗ്നോറിംഗ് പേഷ്യൻസ് ഹാബിറ്റ്സ് ആൻഡ് ഫോക്കസിങ് ഓൺലി ഓൺ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. അവരുടെ ശീലങ്ങളെക്കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യണം, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 2 തെറ്റാണ്. അപ്പോൾ 2 നമുക്ക് വെട്ടാം. 2 ഉള്ളത് വെട്ടാം. ഉത്തരമായില്ലേ? 2 ഉള്ളതെല്ലാം നമ്മൾ വെട്ടി. അപ്പോൾ തന്നെ ഉത്തരമായിട്ടുണ്ടാവും. എൻകറേജിങ് പേഷ്യൻസ് ടു മെയിൻറ്റെയിൻ എ ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് എക്സസൈസ്. ശരിയല്ലേ? ബാലൻസ്ഡ് ഡയറ്റും എക്സസൈസും പ്രൊമോട്ട് ചെയ്യുക. ശരിയാണ്. മേക്കിംഗ് പേഷ്യൻസ് അവെയർ ഓഫ് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ബാഡ് ഹാബിറ്റുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ ഡിയർ ഫ്രണ്ട്സ്, ഹാബിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നേഴ്സ് അറിയേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഹാബിറ്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും ഇനി എന്തെങ്കിലും പറയാനുണ്ട് എങ്കിൽ നമ്മളത് എവിടെ പറയും? ലേണിംഗ് പഠിക്കുന്ന സമയത്ത് അത് പറയും. സോ ഇത്രയും നന്നായിട്ട് പഠിച്ചു വെക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എവർക്കും എല്ലാവിധ ആശംസകളും. ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.